സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത്ര ഹൈറ്റില് കൊണ്ടുപോകാനുള്ളതാണ് വലിയ കോൺക്രീറ്റ് വാള്. അപ്പൊ ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള ലോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിലാണ്. കൊയിലാണ്ടി ബൈപ്പാസ് വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ വർക്കുകളുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഞാൻ തുടങ്ങിയിട്ടുള്ളത് നന്ദി അണ്ടർപാസ് വരുന്ന ഭാഗത്തുനിന്ന് കുറച്ച് മുൻവശത്ത് ഇതാ ക്യാമ്പ്, ഇതിന്റെ നമ്മുടെ വാഗാടിന്റെ കമ്പനീന്റെ ഇതൊക്കെ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ വളരെ വേഗത്തിൽ വർക്കുകൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഫിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അണ്ടർപാസിന്റെ ഹൈറ്റിലേക്ക് മണ്ണ് ഫില്ലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി മുന്നോട്ടുള്ള വർക്കുകൾ വളരെ കുറച്ചാണ് വർക്ക് നടക്കാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം. ഇനി ഈ ഭാഗത്ത് ഈ കുറച്ച് ഭാഗത്തുള്ള വർക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വരുന്ന മലേൻ്റെ ഭാഗത്തുള്ള അവിടെ കുറേ ഭാഗത്ത് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വർക്കും കൂടെ ഒക്കെയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതാ കണ്ടില്ലേ, ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയുന്നവർ ഇതുവഴി കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ടൗണിൻ്റെ ബ്ലോക്ക് വളരെ കൂടുതൽ ബ്ലോക്കുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു മോചനം കിട്ടാൻ പോവുകയാണ്. വളരെ കുറഞ്ഞ വർക്കുകളാണ് ഇനിയുള്ളത്. ഇതാ ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് നോക്കിയിട്ട് ഇങ്ങനെ പോവാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ക്യാമ്പിൻ്റെ ഈ ഏരിയയിലാണ്, ഇവരെ വർക്കിംഗ് സൈറ്റിൻ്റെ ഏരിയയിൽ. ഇവിടെയൊക്കെ മണ്ണെടുത്തത് കാണാം. അങ്ങോട്ട് പിടിച്ച് വലിയ ക്ലിയർ ഇല്ല, വെയിൽ ഇങ്ങോട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ കുറച്ച് ഭാഗത്ത് വീണ്ടും കുറേ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ആ സൈഡിൽ കാണുന്ന വാളിലൊക്കെ സോയിൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് കുറേ കമ്പിയൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെ സോയിൽ ലൈനിങ് ഒന്നും ചെയ്തിട്ടില്ല. കുറേ ഷീറ്റുകളൊക്കെയാണ് അവിടെ അങ്ങനെ കാണാം. നമുക്ക് ഷീറ്റുകൾ ഈ പച്ച കളറിൽ കാണുന്നതൊക്കെ ഷീറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. പക്ഷേ ടാറിങ് കഴിഞ്ഞ ഭാഗത്തല്ല, ഇവിടെയൊക്കെ ടാറിങ് കണ്ടില്ല. ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആ കുറച്ച് അരികിൽ വരുന്ന ആ ഭാഗത്താണ് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട്. ആ ഭാഗത്ത് നമുക്ക് ഒരു സർവീസ് റോഡിൻ്റെ വീതി ഉണ്ട്. ഒരുപക്ഷെ അവിടെ സർവീസ് റോഡ് വരാനായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഒരുക്കമായിരിക്കും. ഇങ്ങോട്ട് സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുൻവശത്ത് എന്തോ ഒരു വർക്കിന് വേണ്ടിയിട്ട് അവിടെ ഒരു കുഴി എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ലൈറ്റിന് കാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയേക്കാം. അതന്നെയാണ് തോന്നുന്നത്. അതാ ഇവിടെ ഒരു വലിയൊരു കുഴിയെടുത്ത് അതിന് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ ഒരു ഫില്ലർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ചെയ്യാനുള്ളത്. ബാക്കി മുന്നോട്ട് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞ ഭാഗം നമ്മളിപ്പോൾ കണ്ടല്ലോ, കുറച്ച് ഭാഗത്ത് അങ്ങനെയുള്ള ഫുൾ വർക്കുകൾ കഴിഞ്ഞ ഭാഗം തന്നെയാണ് അധികം കാണാനുള്ളത്. അപ്പോൾ ഇനി അധികം വർക്കുകൾ ഉണ്ടാകുന്ന നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ കാര്യമായിട്ട് അറിയുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ഉള്ളത് കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എന്നാലും വർക്കുകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം ഇനി മുന്നോട്ട് അങ്ങ് പോയി നോക്കാം എങ്ങനെയാന്ന്. കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ടുണ്ട്. വരുമ്പോൾ കാണാം ഫുൾ വർക്ക് കഴിഞ്ഞ കൊയിലാണ്ടി ബൈപ്പാസ്. കൊയിലാണ്ടി ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കണ്ടില്ലേ. ഒരു പച്ച ഇങ്ങനെയുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതിന് പേരെന്താണ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇത് റിഫ്ലക്ടർ, ഇത് കണ്ണിലേക്ക് വണ്ടി ഓടിക്കുന്ന അവിടുന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് മനസ്സിലാക്കിയത്. പിന്നെ ഇവിടെ ലൈൻ മാർക്കിങ് ചെയ്യുന്നുണ്ട്. ലൈൻ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ലൈൻ മാർക്കിങ് ചെയ്യുന്നുണ്ട്. ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്തു. ഇവ അകത്തൊക്കെ കാണാം. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വരെ വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണാം. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞു. അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തോ അത് കട്ട് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ നല്ല ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ആ ചുവപ്പ് കളറിലുള്ള റിഫ്ലക്ടർ വരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇനി വർക്ക്. കുറച്ച് ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വർക്കാണിത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഈ ഭാഗം കുറച്ചൊന്ന് കാണിക്കാം. നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോയി നോക്കാം. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് ഒരു വർക്ക് അതുപോലെ നമുക്ക് ആയി കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ
എല്ലാ മലയാളികളും കേരളത്തിലുള്ള എല്ലാവരും നമ്മുടെ ഈ ഹൈവേ പെട്ടെന്ന് തീർന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഇവിടെ കാണുമ്പോൾ. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ റോട്ടിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ കണ്ടത് കാഴ്ചയാണ്. ഇവിടെയും ഈ സൈഡിലുള്ള റോഡ് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണാൻ നമുക്ക് ഫുൾ ഇതുപോലുള്ള ക്രാഷ് ബാരിയറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ക്രാഷ് ബാരിയർ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അടിയിലാക്കി ഇങ്ങനെ കിലോമീറ്ററോളം അങ്ങനെ ക്രാഷ് ബാരിയർ വെച്ചേക്കാണ്. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ ഭാഗം തന്നെയാണ്. ഇനി ഇത് എടുത്തു മാറ്റി ഇവിടെ ക്ലീൻ ചെയ്ത് ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഇത് എടുത്ത് ഇവിടുന്ന് മാറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവർക്ക് സ്റ്റോറിങ് കപ്പാസിറ്റി കുറച്ച് കുറവാണ് ഇരിക്കാം. അതുകൊണ്ടായിരിക്കാം വേറെ എവിടെയും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ റോഡിൽ ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനം ഓടാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതായിരിക്കാം. അപ്പോൾ സർവീസ് റോഡൊക്കെ അടിപൊളിയായിട്ട് അവിടെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭാഗത്ത് മണ്ണ് കൂട്ടിയിരിക്കുന്നത് ആ ഭാഗത്ത് സർവീസ് റോഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കും കൂടെ ഇനി അവിടെ വരാനുണ്ടാവും. പക്ഷേ വാഹനങ്ങൾ ഓടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല തോന്നുന്നത്. വൈകുന്നേരം ആയിട്ടുണ്ട്, കുറച്ച് ക്ലിയർ കുറവായിട്ടുണ്ട്. ഈ ഭാഗത്ത് നേരത്തെ കുറേ ഇതുപോലെയുള്ള മെറ്റൽ കൂനകൾ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് പുതുതായിട്ട് ഒരു ബോർഡ് വെക്കാൻ ഒരു കുഴിയൊക്കെ എടുത്ത് അവിടെ ഫില്ലർ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പുതുതായിട്ട് മെഷീൻ ഉപയോഗിച്ച് ഇങ്ങനെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയും കാണാം നമുക്ക് സോയിൽ നീലിങ്ങിൻ്റെ ഒക്കെ വർക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ ഒരു സർവീസ് റോഡിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ആ ഭാഗത്തും ഈ ഫിക്സഡ് സ്ലാബിൻ്റെ കൂട്ടിയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ്. അവിടെ ഒരു വലിയൊരു പൈപ്പ് കാണുന്നുണ്ട്. ഈ സൈഡിൽ ഒരു വലിയ പൈപ്പ് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇത് റോഡിൻ്റെ താഴ്വശത്തൂടെ കടന്നു പോകുന്നൊരു പൈപ്പാണോ എന്താ അറിയില്ല, വെള്ളത്തിൻ്റെ. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം. വളരെ ദൂരത്തിൽ വർക്ക് കഴിഞ്ഞ ഭാഗം തന്നെ കാണാം. ഇവിടെയൊക്കെ ഇതാ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ മണ്ണും കല്ലൊക്കെ ആയി കിടക്കാന്നുള്ളൂ കേട്ടോ. ഫുൾ കംപ്ലീറ്റ് ആണ്. അവിടെ എന്തോ ഒരു ചെറിയ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ഒരു അണ്ടർപാസോ ഡ്രെയിനേജോ എന്തോന്നുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു ഡ്രെയിനേജിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു ഡ്രെയിനേജ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിങ് അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ അവിടെ നിന്ന് കണ്ടില്ല, അത്രയും ദൂരത്തു നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് മണ്ണ് ഇങ്ങനെ കിടക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ വർക്ക് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അവിടെ നമ്മൾ പറഞ്ഞ സെൻറ്റർ ഭാഗത്ത് വരുന്ന കുന്നിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇനി വർക്ക് ചെയ്യാനുണ്ട്. വലിയ ലോറികൾ വരെ ഇതുവഴി കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അറിയുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെൻറ്റർ ഭാഗത്തൊക്കെ ഓരോ ലൈറ്റിന് അതുപോലെ ക്യാമറക്ക് ഒക്കെ ഉള്ള ഓരോ ഫിക്സ്ഡ് ആയിട്ടുള്ള തൂണുകളൊക്കെ കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുഴിയെടുക്കുന്നുണ്ട്. പുതുതായിട്ട് കണ്ട ഒരു കാഴ്ച. കുറച്ച് മുൻവശത്തൊക്കെ ഫുള്ളായിട്ട് ലൈറ്റിൻ്റെ തൂണുകളൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ലൈൻ മാർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. കൊയിലാണ്ടി ഭാഗത്തു നിന്നും അതുപോലെ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമാണ് കൂടുതൽ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നില്ല, ഒരു വലിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ ഭാഗമൊക്കെ ഇടിച്ച് കുറേ ഭാഗത്തേക്ക് മണ്ണ് ഇങ്ങനെ താഴ്വശത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ സോയിൽ ക്ലീനിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്ത ഭാഗം തന്നെയാണ്. അതൊക്കെ ഇപ്പോൾ എടുത്തു മാറ്റി ഇവിടെ എന്തോ പുതിയ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് എടുത്ത ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ ഹിറ്റാച്ചി കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മണ്ണ് വീണ്ടും എടുക്കണേ. ഇവിടെ പുതിയൊരു കോൺക്രീറ്റ് വാൾ വരാനാണ് സാധ്യത തോന്നുന്നത്. അതാണ് ഇവിടെ തുടക്കമിട്ടിട്ടുണ്ട്. ഒരു വാൾ എന്തോ കെട്ടുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എങ്ങനെയാണ് ഇവിടുത്തെ ഇനി കമ്പനി ചെയ്യുന്നത് കണ്ടില്ല. ഈ ഭാഗത്തൊന്നും നെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറേ ഭാഗത്ത് ഇങ്ങനെ വലിയ കമ്പികളൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കണേ, ഇതുപോലെ കിടക്കണേ. അപ്പോൾ ഇതൊരു സ്ട്രോങ് ആയ രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഭാഗത്തൊക്കെ എപ്പോഴും പൊട്ടി വീഴുന്ന രീതിയിലാണ് അവിടെ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടണില്ല. ഓരോ ഭാഗത്തും വ്യത്യസ്തമായ ഡിസൈനിലും
രീതിയിലാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ ഈ വണ്ടി ഇത് അങ്ങോട്ട് കയറി വരുന്നത്. ഇന്നത്തെ വർക്ക് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനി എന്താ ചെയ്യുന്ന അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗം തന്നെയാണ്. ഈ ഭാഗത്തേക്ക് മണ്ണ് ഇടിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് എങ്ങനെയാണ് ഒരു പ്ലാനിങ് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇവിടെ സെൻറ്റർ ഭാഗം ഇവിടെയാണ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ ടാറ് ചെയ്തതാണ്. അവിടുന്ന് മണ്ണെടുത്ത് ഇങ്ങോട്ട് നീക്കിയതാണ്. മുൻവശത്ത് അവിടെ JCB ഉപയോഗിച്ച് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഭാഗം എന്താണ് ഇവർ ചെയ്യാന്നുള്ള ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. സോയിലിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു വേണ്ടത്ര നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. ഇനി എങ്ങനെ ആയിരിക്കും കൂടുതൽ വർക്കുകളൊക്കെ എങ്ങനെ വരുമ്പോഴേ അറിയുള്ളൂ. ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ കണ്ടതല്ലോ ഒരു ഭാഗം കോൺക്രീറ്റ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ ഈ മലൻ്റെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാം മണ്ണിടിച്ചിങ്ങനെ നികത്തി കൂട്ടി വെച്ച് കാണാം. ഇവിടെ റവന്യൂവിൻ്റെ വണ്ടി വരെ പോകുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും വലിയ രീതിയിൽ ഇതാ മണ്ണെടുത്ത് കൂട്ടുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ഇവിടെ എങ്ങനെയാണ് വർക്ക് വരുന്നത്, ഇനി കോൺക്രീറ്റ് വാൾ വരാമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം നമ്മളവിടെ ആ ഭാഗത്ത് കണ്ട പോലെ എന്താണ് പുതിയ ഡിസൈൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ താഴ്ത്തി കൊണ്ടുവന്നിട്ടുണ്ട്, വളരെ നല്ല താഴ്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ വലിയ വാളിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിഭാഗം ഇവിടെ ചെയ്യാനാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത് അറിയില്ല. ഇവിടുന്ന് വർക്കേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, കറക്റ്റാണെന്ന് അറിയില്ല. അവിടെ ഒരു കോൺക്രീറ്റ് വാൾ കണ്ടില്ലേ, ഈ കാണുന്ന കോൺക്രീറ്റ് വാള്. ഈ കോൺക്രീറ്റ് വാള് മുതൽ ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് വാള് വരാനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോവാണ്. ആ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ ഉയർത്തി ഇതുവരെ ആ മുകൾ ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഭാഗത്ത് ഫൗണ്ടേഷൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിൽ കൊണ്ടുപോകാനുള്ളതാണ് വലിയ കോൺക്രീറ്റ് വാള്. അപ്പോൾ ഈ സൈഡിലും അതുപോലെ കോൺക്രീറ്റ് വാള് വരും എന്നാണ് വർക്കേഴ്സ് പറഞ്ഞതാട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ വർക്കേഴ്സിൻ്റെ എങ്ങനെയാണ് എൻജിനീയർമാർ പറഞ്ഞ പോലെ ആണ് വരിക. അവർക്ക് കൊടുത്ത കാര്യങ്ങളെ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ താഴത്തേക്ക് എടുത്തിട്ടുണ്ട്, മണ്ണെടുത്ത് ഇവിടെ പാറ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഈ കാണുന്നത്. ഇവിടെ ഇറ്റാച്ചി ഒക്കെ വർക്ക് ചെയ്യുന്ന ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് പുതിയതായിട്ട്. ആ ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുപോയി പുതുതായിട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പുതിയൊരു കൊയിലാണ്ടി ബൈപ്പാസ് ആകാൻ പോവാണ്. മണ്ണ് കൊണ്ടുപോകാനുള്ള ലോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് മണ്ണ് കൊണ്ടുപോകുന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. ആ ഭാഗത്തൊക്കെ കുറേ വർക്ക് നടക്കുന്നുണ്ട്. മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ കാണാം ഇവിടെയും വലിയ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൽ വളരെ ചിലവ് കൂടിയ ഒരു രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കണ്ടില്ലേ, ഇത്രയും ഹൈറ്റിലേക്ക്, വലിയ ഹൈറ്റിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് താഴേന്ന് കണ്ടില്ലേ ഫൗണ്ടേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ ഹൈറ്റിലേക്ക് കോൺക്രീറ്റ് വാള്, എത്ര മണ്ണുള്ള കമ്പിയാണ്, വലിയൊരു മതിൽ പോലെ കെട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല ചിലവുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. കാരണം ഇത്രയും ഈ മതിലിൻ്റെ ഉള്ളിൽ വലിയ ഹൈറ്റിലേക്ക് മണ്ണിട്ട് കെട്ടിപ്പോക്കാനുള്ളതാണ്. അവിടെ നമുക്ക് കാണാം ഫിക്സൻ സ്ലാബിൻ്റെ വർക്ക് ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു സർവീസ് റോഡുണ്ട്, അതും ഇങ്ങോട്ട് കയറി വരാൻ ആ വാഹനം കടന്നു പോകുന്നുണ്ടല്ലേ, ആ ഭാഗത്തേക്ക് ഒരു സർവീസ് റോഡുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വശങ്ങളിൽ വരുന്ന കോൺക്രീറ്റ് വാളാണ്. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ഇതുപോലുള്ള ഫൗണ്ടേഷനൊക്കെ കൊടുത്ത് പുതിയ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയുള്ള വർക്കുകൾ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്ത് എന്താണ്. അങ്ങോട്ടൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ വർക്കുകൾ എന്താ അറിയില്ല, നമുക്ക് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്ത് എന്താണെന്ന് ചെയ്യുന്നത്. പൊടിയും മണ്ണാണെങ്കിലും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവർ ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കുറേ പേര് ഇത് വഴി കടന്നു പോകുന്നൊക്കെ ഉണ്ട്. ബൈക്ക്, ഓട്ടോ, ലോറി ഒക്കെ കടന്നു പോകുന്നുണ്ട്. ആരെയും പിടിച്ചു നിർത്തണമെന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട്, കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന വണ്ടി. അവിടെയൊക്കെ അതാ കോൺക്രീറ്റ് ചെയ്യാനുള്ള കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ മുൻവശത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ മല കണ്ടില്ലേ, ആ പൊടിയും പുകയൊക്കെ കാണുന്ന ആ ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ അതാ വർക്ക് കഴിഞ്ഞു തുടങ്ങി. ഈ ഭാഗത്ത് ടാർ ചെയ്തു, ഈ ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കിടക്കുന്ന അവിടെ ക്രാഷ് ബാരിയർ വർക്ക് നടക്കുന്നുണ്ട്.
ഇവിടെ ദാ പുതുതായിട്ട് ക്രഷ് ബാരിയറിന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മെഷീൻ ഉപയോഗിച്ച് കണ്ടാകുമ്പോൾ പെട്ടെന്ന് നടക്കും. അതാണ് അവിടെ ക്രഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മിക്സ് ആണ് ഈ നിൽക്കുന്നുണ്ട് ഈ 2 ലോറിയിൽ, ഇവിടെ ഒരു ലോറിയിൽ. അപ്പോൾ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും കാണിക്കാനില്ല. ഫുൾ ടാറിങ് കഴിഞ്ഞ് എല്ലാ വർക്കും കഴിഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇനി അത് അധികം ഒന്നും കാണിക്കുന്നില്ല. ഫുൾ വർക്ക് കഴിഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു വർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് നിന്ന് വിട്ടിട്ട് പോവാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും സോയിൽ നീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു വലിയ കോൺക്രീറ്റ് വാളാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ തുടക്കമിട്ടിട്ടുണ്ട്. താഴ്വശത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ കൂടുതൽ വലിയ പാറയാണ് കേട്ടോ. താഴ്വശത്തൊക്കെ കറുത്ത പാറ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. ഈ ഭാഗത്തും അതുപോലുള്ള പാറകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഹൈറ്റ് ഉള്ളൂ, അത് വലിയ പ്രശ്നമില്ല. അപ്പോൾ ആ ഭാഗത്ത് അവിടെ സർവീസ് റോഡ് ഉണ്ട് അവിടം വരെ. ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ലൈറ്റിന്റെ കാലുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാന്ന് അറിയില്ല, കണ്ടില്ലേ. ആ ഭാഗത്തൊക്കെ ആ കാറൊക്കെ വരുന്ന ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇനി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുള്ളൂ. അപ്പോൾ ബൈപ്പാസിലെ ഏറ്റവും കൂടുതൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് യാത്ര ചെയ്തപ്പോൾ കണ്ടത്. അതിൽ തന്നെ കുന്നു വരുന്ന ഭാഗത്താണ് കൂടുതൽ വർക്ക് ചെയ്യാനുള്ളത്. അവിടെ വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ നന്ദി ഭാഗത്തുള്ള കുറച്ച് ഭാഗത്തുള്ള വർക്കുകൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല റോഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അധികം വൈകും തോന്നുന്നില്ല. എന്നാലും നമ്മുടെ വാഗാടാണ്, അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അത്ര പെട്ടെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ അവരെ വർക്ക് പെട്ടെന്ന് സ്റ്റോപ്പായി പോവാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ലൈറ്റിൻ്റെ കാലുകൾ കൊടുക്കാനും അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകൾ, ചില ഭാഗത്ത് ക്രഷ് ബാരിയർ വെക്കാൻ, ഇതൊന്നും ഒരു വർക്കുകളല്ല, വളരെ പെട്ടെന്ന് തീർക്കാവുന്നതാണ്. മെഷീനെ ഉപയോഗിച്ചൊക്കെ ക്രഷ് ബാരിയർ വെക്കാനും അതുപോലെ ലൈറ്റിൻ്റെ കാലുകളും ട്രാക്ക് വരക്കാനൊക്കെ അധികം സമയം എടുക്കൂല. പുതുതായിട്ട് സെൻറ്ററിൽ വന്നില്ലേ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ മറ്റുള്ള ഭാഗത്തൊന്നും കാണാത്തൊരു വർക്കാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കണ്ണിലേക്ക് ലൈറ്റ് അടിക്കരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചല്ലോ, ഒരു പച്ച ഒരു ഷീൽഡ്, അതൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ.